യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും തിരുവചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം കഴിഞ്ഞ ആഴ്ചകളിൽ തുടർമാനമായി ക്രിസ്തീയ ജീവിതവും സമ്പത്തും എന്നുള്ള വിഷയത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഇന്ന് അതേ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചതിന് ശേഷമായിട്ട് നിത്യജീവനുമായി ബന്ധപ്പെട്ട് കർത്താവ് നമ്മോട് പറഞ്ഞിരുന്ന ചില ഉപദേശങ്ങളെക്കുറിച്ച് നാം വിചിന്തനം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ച നാം സമ്പത്തുമായിട്ടുള്ള ഇടപെടലിനെ കുറിച്ചല്ലേ പറഞ്ഞത്. അതിൻ്റെ രത്നച്ചുരുക്കം ഇതായിരുന്നു: ഈ ലോകത്ത് മനുഷ്യരുടെ മുൻപിലും സമൂഹത്തിലും കുടുംബങ്ങൾ, ചർച്ചക്കാർ, ഇവരുടെയൊക്കെ മുൻപിലും സാമ്പത്തികമായി ഭൗതിക കാര്യങ്ങളിൽ ഉയർന്നിട്ട് അതൊരു ദൈവാനുഗ്രഹത്തിൻ്റെ ലക്ഷണമായി കരുതി വരുവാനിരിക്കുന്ന ലോകത്തിൽ ഞാൻ എന്തായിത്തീരുമെന്നുള്ളതിനെ മറന്ന് ഈ ലോക ജീവിതത്തെ മാത്രം മുറുകെ പിടിക്കുകയും ഇവിടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ഇവിടെ നമുക്ക് ലഭിക്കുന്ന ദാനങ്ങളും നന്മകളും ഒക്കെ അത് കേവലം ദൈവാനുഗ്രഹത്തിൻ്റെ പ്രത്യക്ഷ ലക്ഷണമായിട്ട് തെറ്റിദ്ധരിച്ചിട്ട് ഈ ജീവിതത്തിൽ മാത്രം ആശ്രയിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ ഈ ലോകത്ത് ദൈവം അവർക്ക് നൽകുന്ന നന്മകളും ഉയർച്ചകളും സമ്പത്തുമൊക്കെ ദൈവം അവരിൽ പ്രസാദിച്ചിരിക്കുന്നെന്നും ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കുന്നെന്നും ആ ഒരു വ്യർത്ഥമായ തിരിച്ചറിവില്ല. ഇത് മറ്റൊരു ജീവിതത്തിന് വേണ്ടി എനിക്ക് നൽകപ്പെട്ട കാര്യവിചാരകത്വമാണെന്ന് മറന്നു പോകുന്ന അനേകരുണ്ട്. ഒരുപക്ഷെ അവരെക്കുറിച്ചായിരിക്കാം കൊരിന്ത്യലേഖനത്തിൽ ഓർപ്പിക്കുന്നത്: നിങ്ങൾ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ചവരെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരെക്കാളും അരിഷ്ടരത്രേ. അപ്പോൾ ഈ ലോകത്തിലെ ഉയർച്ചകൾ, പദവികൾ, ഇതൊക്കെ നമുക്ക് ലഭിച്ചുകൂടാഴികയില്ല. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എൻ്റെ ഹൃദയം വാഞ്ചിക്കുന്നത് വരുവാൻ പോകുന്ന എനിക്ക് ലഭിക്കുവാൻ പോകുന്ന ആ ജീവിതത്തെക്കുറിച്ചാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ തുടർമാനമായ എപ്പിസോഡുകളിലൊക്കെ ചിന്തിക്കാനിടയായി തീർന്നത്. ഇനി കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറഞ്ഞ വളരെ പരമപ്രധാനമായൊരു കാര്യം, ഇനിയും കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറഞ്ഞ പരമപ്രധാനമായൊരു കാര്യം നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ജീവനെ നേടുക എന്ന് കർത്താവ് നമ്മോട് പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യത്തിൽ കർത്താവ് അത് പറയുന്നുണ്ട്. ഈ സമാന്തര സുവിശേഷങ്ങളിലെല്ലാം യേശു കർത്താവ് പറഞ്ഞ ഈ പദത്തെ ആവർത്തിക്കുന്നു. മത്തായി 10:39 കർത്താവ് ഇങ്ങനെ പറയുന്നു: ആരെങ്കിലും തൻ്റെ ജീവനെ കണ്ടെത്തിയാൽ അതിനെ കളയും, എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. ഈ വാക്യം മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ അത് വായിക്കുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ അർത്ഥതലം നമുക്ക് മനസ്സിലാകണമെന്നില്ല. ആരെങ്കിലും തൻ്റെ ജീവനെ കണ്ടെത്തിയാൽ അതിനെ കളയും, എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. എന്താണ് കർത്താവ് ഈ ഓർപ്പിക്കുന്നത്? ഇത് മനസ്സിലാകണമെങ്കിൽ മറ്റ് സുവിശേഷങ്ങളിലും മറ്റിടങ്ങളിലും തിരുവചനത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ബാക്കി ഭാഗങ്ങളും കൂടെ നമ്മൾ വായിച്ചു കേൾക്കണം, നമ്മൾ ചിന്തിക്കുകയും ചെയ്യണം. നമുക്ക് വളരെ സാവധാനത്തിൽ, വളരെ ശ്രദ്ധയോടെ ആ വചനഭാഗങ്ങൾ കൂടി വായിക്കുകയും നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. ഇതേ സുവിശേഷത്തിൽ, അഥവാ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-25 വാക്യങ്ങൾ, അത് നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്. കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറയുകയാണ്: ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ. കർത്താവ് ഇതിനാരെയും നിർബന്ധിക്കുന്നില്ല. യേശുവിൻ്റെ പിന്നാലെ ചെല്ലുവാൻ യേശു ആരെയും നിർബന്ധിക്കുന്നില്ല. നമ്മൾ ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുമ്പോൾ അത് വളരെ രസകരമാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കർത്താവിൻ്റെ മനോഭാവം, വലിയ പുരുഷാരത്തോടൊക്കെ ഉള്ള കർത്താവിൻ്റെ മനോഭാവം. ദൈവവചനം പറയുന്ന വലിയ പുരുഷാരം അവനെ അനുഗമിക്കുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട്: എല്ലാവരും എൻ്റെ പിന്നാലെ വരണ്ട. അപ്പോൾ ആൾക്കൂട്ടങ്ങളെ ആഗ്രഹിക്കുന്ന, അതിൽ സന്തോഷിക്കുന്ന കർത്താവിൻ്റെ അപ്പസ്തലന്മാർ, അവർ കർത്താവിൻ്റെ പിന്നാലെ ജനാവലികൾ വരുന്നു, ആയിരക്കണക്കിന് ആളുകൾ, മീറ്റിങ്ങുകളൊക്കെ വളരെ സക്സസ് ആകുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. ഇവർ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ നടക്കുന്നത്. പക്ഷെ അവിടെയാണ് യേശു പറയുന്നത്: എല്ലാവരും എൻ്റെ പുറകെ വരണ്ട.
അപ്പോൾ 10,000-കണക്കിന് ആളുകൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെ പുകഴ്ത്തുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് വിശ്വസിക്കുകയും രോഗശാന്തിക്കും ഉപദേശത്തിനുമായി കർത്താവിൻ്റെ അടുക്കലൊക്കെ വരികയും ചെയ്യുമ്പോൾ അവരിലൊന്നുമല്ല കർത്താവ് സന്തോഷിക്കുന്നത്. കർത്താവ് ചോദിക്കുന്നത്, ഈ വരുന്ന ആയിരക്കണക്കിന് ആളുകളിൽ ആരെങ്കിലും ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അഥവാ എൻ്റെ ശിഷ്യനായിരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അവന് ചില ക്വാളിറ്റികളാണ്. അവന് റിക്വയർ ചെയ്യുന്ന ക്വാളിറ്റീസ് ഇന്നതൊക്കെയാണെന്ന് കർത്താവ് പറയാം. അപ്പോൾ വലിയ ജനാവലിക്ക്, വലിയ വമ്പൻ തിരക്കുകൾക്കിടയിൽ തൻ്റെ ഒരു ശിഷ്യനെ തിരക്കുന്ന യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. കർത്താവ് അവരോട് പറയുന്നു, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശുമെടുത്ത് തന്നെ അനുഗമിക്കും. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. മത്തായിയുടെ സുവിശേഷത്തിൽ ഇത് 2ാം പ്രാവശ്യമാണ് കർത്താവ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 39-ാം വാക്യത്തിലും ഇതേ കാര്യം കർത്താവ് പറയുന്നുണ്ട്. വീണ്ടും ജനക്കൂട്ടത്തോടുള്ള ബന്ധത്തിൽ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-25 വാക്യങ്ങളിലും കർത്താവ് ഇത് ഓർപ്പിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിന് 8-ാം അധ്യായം 35-ാം വാക്യത്തിലും ഇതേ കാര്യങ്ങൾ മർക്കോസ് കോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങളിൽ ഒന്നാമത് എഴുതപ്പെട്ടത് മർക്കോസിന്റെ സുവിശേഷം തന്നെയാണെന്ന് ചരിത്രം പറയുന്നു. എന്നാൽ ബൈബിളിനെ അടുക്കി വെച്ചപ്പോൾ സഭാപിതാക്കന്മാർ വളരെ വെളിപ്പാടോടുകൂടി അത് ചെയ്തു. അതുകൊണ്ട് തന്നെ മത്തായിയുടെ സുവിശേഷമാണ് യഹൂദർക്ക് വേണ്ടി എഴുതപ്പെട്ട മത്തായിയുടെ സുവിശേഷമാണ് ഒന്നാമത് വെച്ചിരിക്കുന്നത്. മർക്കോസ് 8:35 കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം ഒരുവൻ തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. വീണ്ടും ലൂക്കോസിലേക്ക് നമുക്ക് വരാം. ലൂക്കോസ് 17, ലൂക്കോസിന്റെ വിശേഷം 17-ാം അധ്യായം 33-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു, തൻ്റെ ജീവനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. തൻ്റെ ജീവനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. ഇനി യോഹന്നാനിലേക്ക് നോക്കും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 25-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നേടും. നമ്മൾ ഈ 4 സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 4 സുവിശേഷങ്ങളിൽ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ വെച്ച് നിത്യജീവനെ നേടുന്നത് ആരാണെന്ന് കർത്താവ് ഓർപ്പിക്കുക. ഇത് വളരെ ശ്രദ്ധിക്കുക. ഈ ലോക ജീവിതത്തിൽ വെച്ച് നിത്യജീവനെ നേടുന്നത് ആരാണെന്ന് കർത്താവ് ഓർപ്പിക്കും. അപ്പൊ ഈ ഒരു ചിന്തയോടെ നമുക്ക് ഈ വചനം ഒന്ന് ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 10:39, ആരെങ്കിലും തൻ്റെ ജീവനെ കണ്ടെത്തിയാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. കർത്താവ് എന്തായി പറയുന്നത്? എങ്ങനെയാ നമ്മൾ ജീവൻ കളയുന്നത്? യേശു പറയുന്ന ചില കാര്യങ്ങൾ പുരുഷാരത്തിന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ പുരുഷാരത്തോട് പറയുന്ന പല കാര്യങ്ങൾക്കും അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ലഭിക്കേണ്ടതിന് യേശു തനിയെ ഇരിക്കുമ്പോൾ അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുമായിരുന്നു. എന്നിട്ട് കർത്താവ് അവർക്ക് മാത്രം അത് വിവരിച്ചു കൊടുക്കുമായിരുന്നു. ഇത് നാം ദൈവവചനത്തിൽ പലയിടങ്ങളിൽ കാണുന്നുണ്ട്. അപ്പൊ എന്താ കർത്താവ് ഇവിടെ പറയുന്നത്? ആരെങ്കിലും തൻ്റെ ജീവനെ കണ്ടെത്തിയാൽ അതിനെ കളയും, എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. എന്താ ഇവിടെ യേശു വളരെ വ്യക്തമായി പറയുകയാണ്, ഈ ഭൂമിയിൽ ഇത് നിങ്ങളുടെ ജീവിതമല്ല, അത് നിങ്ങൾക്ക് ജീവിച്ചു തീർക്കാനുള്ള ജീവിതമല്ല. നിങ്ങൾ അതിനെ നിങ്ങളുടെ ജീവിതമായി കണ്ടെത്തുകയും നിങ്ങൾ ജീവിച്ചു തീർക്കുകയും ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ നിത്യജീവനെ കളയും. ആമേൻ. എന്നാൽ ഈ ജീവിതം
നിങ്ങൾ ഇവിടെ ജീവിച്ചു തീർക്കുക, നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു തീർക്കാതെ അത് കർത്താവിന് വേണ്ടി മാത്രം ജീവിച്ചു തീർക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു ജീവിതമുണ്ട്, അത് കർത്താവ് നിങ്ങൾക്ക് നൽകും. ഇത് വളരെ ആശ്ചര്യകരമായ ഒരു പഠിപ്പീരാണ്. ഈ ലൈഫ് നമുക്ക് ജീവിച്ചു തീർക്കാനുള്ളതല്ല, നമ്മുടെ ഇഷ്ടങ്ങൾക്കും അഭീഷ്ടങ്ങൾക്കും ഒത്തവണ്ണം മുൻപോട്ട് പോകാനുള്ളതല്ല. ഈ ജീവിതം നമുക്കൊന്നും ആയിത്തീരാനുള്ളതല്ല. ഇത് നഷ്ടപ്പെടുത്തുവാനും ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാനും നമ്മുടെ ജീവനെ കളയുവാനുമുള്ള ഒരിടമാണെന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. ഈ ജീവനെ കളയുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെക്കുക. അതല്ലേ ഈ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 24-25 വാക്യങ്ങൾ കർത്താവ് പറയുന്നത്. അവിടെ കർത്താവ് പറയുന്നത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിക്കട്ടെ. He should deny himself. അവനെ തന്നെ ത്യജിക്കണം. അതെങ്ങനെ ഒരാൾ അവനെ ത്യജിക്കുന്നത്? ഒരാളെ ത്യജിക്കാൻ കഴിയുന്നപ്പോഴാണെന്ന് അറിയാമോ? അവർ മരിക്കുമ്പോഴാണ്. അപ്പൊ കർത്താവ് പറയുന്നു, നീ എൻ്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ നീ മരിച്ചവനാണ് നിന്നെ തന്നെ കണക്ക് കൂട്ടണം. മരിച്ചവൻ ആശകളില്ല, മരിച്ചവന് പ്രത്യയശാസ്ത്രങ്ങളില്ല, അവൻ്റെതായ ഇഷ്ടങ്ങളില്ല, മരിച്ചവനൊന്നും ആയിത്തീരുന്നില്ല. അപ്പൊ കർത്താവ് പറയുന്നു, ഫസ്റ്റ് ഓഫ് ഓൾ നീ നിന്നെ തന്നെ ത്യജിക്കുക, എന്നിട്ട് നീ എൻ്റെ പിന്നാലെ വാ. മാത്രമല്ല, നീ എൻ്റെ പിന്നാലെ വരുമ്പോൾ നീ നിന്റെ ക്രൂശ് എടുക്കണം. എന്തിനാ ക്രൂശ് എടുക്കുന്നത്? അവിടെ ക്രൂശ് എന്ന് പറഞ്ഞ കഷ്ടതയല്ല കേട്ടോ. ഞാനിത് മറ്റൊരു എപ്പിസോഡിൽ നിങ്ങളോട് ഓർപ്പിച്ചിട്ടുണ്ട്. അത് കഷ്ടതയല്ല. ക്രൂശ് എന്ന് പറഞ്ഞാൽ അത് മരണത്തെ കാണിക്കുന്നു. എന്താ മരണം? ഞാൻ എന്നെ പ്രസാദിപ്പിക്കാതെ എനിക്ക് ഈ ലോക ജീവിതത്തിൽ എൻ്റെ ഇഷ്ടങ്ങൾ നടത്തപ്പെടുവാൻ അവസരങ്ങളില്ല. ഞാനത് മാറ്റിവെക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കുക. ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ചതിന് ശേഷം ഞാൻ ദൈവിക ഇഷ്ടത്തിന് വിധേയപ്പെടുന്നു. അപ്പൊ എവിടെയെല്ലാം ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കുന്നു, അവിടെയെല്ലാം ഞാൻ സമ്മതിക്കുകയാണ്, ഞാൻ മരിച്ചു, ഞാനില്ല, ഐ ആം നോ മോർ. ക്രിസ്തു അത്രേ എന്നെ ജീവിക്കും. അപ്പൊ അങ്ങനെ ഞാൻ എന്നെ തന്നെ ത്യജിച്ച്, എന്നെ തന്നെ ഡിനേ ചെയ്ത് കർത്താവിന് ജീവിക്കുവാൻ ഇടം കൊടുക്കുന്ന ഇടങ്ങളിലെല്ലാം എൻ്റെ ആത്മീക ജീവിതത്തിൽ ഞാൻ എൻ്റെ നിത്യജീവനെ നേടുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ഈ ജീവിതം കർത്താവിന് ജീവിച്ചു തീർക്കാനുള്ളതാണ്. കർത്താവിന് തൻ്റെ ഇഷ്ടം ചെയ്യുവാനുള്ളതാണ്. എന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നത് തന്നെ കർത്താവിന് തൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിലൂടെ ചെയ്തെടുക്കാനാണ്. എന്നാൽ അവിടെ വാഗ്ദത്തം ചെയ്യുന്നത് എനിക്ക് ജീവിക്കാൻ മറ്റൊരു ജീവിതമുണ്ട്, അതാണ് ഇനി വരാനുള്ള ജീവിതം. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, വരുവാനുള്ളൊരു ജീവിതം നിനക്കുണ്ട്, പക്ഷെ ഈ ലോകത്തിൽ വെച്ച് തന്നെ നീ നിന്റെ ഇഷ്ടങ്ങൾക്കൊത്തവണ്ണം ജീവിച്ച് തീർത്താൽ നീ നിന്നെ നിത്യജീവനെ കളയും. നാം ചിന്തിക്കുന്ന ക്രിസ്തീയത എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, അതുപോലെ ദൈവകൽപ്പനയായ സ്നാനം, പരിശുദ്ധാത്മ സ്നാനം, ഇനിയും ഒരു വഴിക്കവല പ്രസംഗം, ഇതിലൊക്കെ ഒതുങ്ങുന്ന ഒരു ആത്മീക ജീവിതമാണ് നമ്മുടെ വിവക്ഷ. പക്ഷെ തിരുവചനം അങ്ങനെ അല്ല പറയുന്നത്. നമ്മെ വിളിക്കുന്നത് വരിക, ക്രൂശിക്കപ്പെടാം എന്നാണ്. കർത്താവിൻ്റെ വിളി അതാണ്. ആ ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് ഉപദ്രവം ഏൽക്കുന്നത് മാത്രമല്ല. നിങ്ങൾക്കറിയാമോ, ഞാനിതൊക്കെ പറയുമ്പോഴും ക്രിസ്തീയ കഷ്ടം എന്ന് പറയുന്നത് ദാരിദ്ര്യമല്ല, രോഗമല്ല, മറ്റു വിധത്തിലുള്ള യാതൊരു നെഗറ്റീവുകളുമല്ല. സുവിശേഷ നിമിത്തമല്ലാതെ ഒരു കഷ്ടതയും ഒരു ദൈവപൈതലിന് ദൈവരാജ്യത്തിലില്ല. പൈശാചിക ശക്തികളോ ദാരിദ്ര്യമോ രോഗമോ മരണമോ ഒന്നും തന്നെ ഒരു ദൈവപൈതലിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. കാരണം അവൻ സുരക്ഷിതനാണ്.
എന്നാൽ സുവിശേഷ നിമിത്തവും യേശുവിൻ്റെ നാമനിമിത്തമുള്ള കഷ്ടതകളെ മാത്രമേ കഷ്ടതകളെന്ന് ദൈവത്തിൻ്റെ വചനം വിവക്ഷിക്കുന്നുള്ളൂ. പ്രൈസ് ഗോഡ്. എന്നാൽ ഇനി അങ്ങനെയുള്ള കഷ്ടങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലവുമുണ്ട്, സ്വർഗീയമായ പ്രതിഫലമുണ്ട്. അപ്പൊ പ്രതിഫലങ്ങളില്ലാത്ത ഒരു കഷ്ടതയുമില്ല. അതുകൊണ്ട് അത് സന്തോഷത്തോടെ സഹിക്കുവാൻ നമ്മെ കർത്താവ് വിളിക്കുക. എന്താ നമ്മുടെ സന്തോഷം? 2 കാര്യങ്ങളിലാണ്. ഒന്ന്, യേശു കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ അനേകരെ വിളിച്ചിട്ടില്ല, തിരഞ്ഞെടുക്കപ്പെട്ട ചിലരെ മാത്രമാണ്. അതിൽ എന്നെയും തിരഞ്ഞെടുത്തു എന്നുള്ള സന്തോഷം. 2, ഞാൻ സുവിശേഷത്തിനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിനും വേണ്ടി കഷ്ടം സഹിക്കുന്നതിലൂടെ എനിക്ക് വരുവാൻ പോകുന്ന ലോകത്തിൽ ലഭിക്കുന്ന പദവിയും ലഭിക്കുന്ന തേജസ്സിനെ കുറിച്ചുള്ള തിരിച്ചറിവ് എന്നെ സന്തോഷഭരിതനാക്കുകയാണ്. വാസ്തവത്തിൽ ഈ കാര്യമാണ് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഓർപ്പിക്കുന്നത്. അപ്പൊ കർത്താവ് ഇവിടെ പറയുന്നു, ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. അപ്പൊ ഇവിടെ ഞാൻ വേണ്ടെന്ന് വെക്കുന്ന ചിലതുണ്ട് കേട്ടോ, അതെല്ലാം ഞാൻ മറ്റൊരിടത്ത് കണ്ടെത്തും എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കും. ഈ ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ നിരന്തര അനുസരണത്തിനായിട്ടാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. അനുസരണം. ഒരു ദൈവപൈതലിന് നിരന്തരമായ അനുസരണത്തിലൂടെ അല്ലാതെ ഒരിക്കലും രൂപാന്തരം പ്രാപിക്കാൻ കഴിയത്തില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുക. നിങ്ങൾക്കറിയാമോ, ഈ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാതലായൊരു ഉപദേശമാണ് നമ്മുടെ ശാരീരിക രൂപാന്തരം. നമ്മുടെ എല്ലാം ശരീരങ്ങൾ ട്രാൻസ്ഫോം ചെയ്യപ്പെടും. അങ്ങനെ ഒരു ട്രാൻസ്ഫിഗേർഡ് ബോഡി നമുക്ക് കിട്ടും എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ പെട്ടതാണ്. വാസ്തവത്തിൽ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ പൂർണ്ണതയെന്ന് പറയുന്നത് പോലും നമ്മുടെ ശരീരത്തിൻ്റെ രൂപാന്തരമാണ്. അതുകൊണ്ട് തന്നെ നാം അതിനായി വെയിറ്റ് ചെയ്യുന്നവരാണ്. റോമാലേഖനം 8-ാം അധ്യായമൊക്കെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ച നാമോ നമ്മുടെ വീണ്ടെടുപ്പായ, നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനായി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ആത്യന്തികമാണ്. അത് നമ്മിൽ നടന്നേ മതിയാകത്തുള്ളൂ. അതാണ് നമ്മുടെ പുത്രത്വത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ കംപ്ലീഷൻ. എന്നാൽ ഈ ശാരീരിക രൂപാന്തരം നടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മിൽ മറ്റൊരു രൂപാന്തരം നടക്കണം. അപ്പോൾ ആത്മീയ ജീവിതത്തിൽ വീണ്ടും ജനന അനുഭവത്തിൽ പ്രവേശിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ദൈവപൈതൽ നിരന്തരമായ അനുസരണത്തിലൂടെ അവൻ്റെ അകത്തെ മനുഷ്യനിൽ വരുന്ന വലിയ രൂപാന്തരമുണ്ട്. ആ രൂപാന്തരം നടന്നില്ലെങ്കിൽ അവൻ്റെ ശരീരം രൂപാന്തരപ്പെട്ടതുകൊണ്ട് അവന് വലിയ ആദായമൊന്നുമില്ല. ഇതാണ് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. നമ്മെ ദൈവം വിളിക്കുന്നത് നിരന്തരമായ അനുസരണത്തിലൂടെ രൂപാന്തരപ്പെടുവാനാണ്. ആ രൂപാന്തരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നിൽ നിന്ന് യേശുവിങ്കലേക്കുള്ള എൻ്റെ മാറ്റമാണ്. അപ്പൊ ഈ ഭൂമിയിൽ നാം നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിച്ച് മുൻപോട്ട് പോകും തോറും നാം വളരുകയാണ്, നമ്മിലെ ആദം ബലപ്പെടുകയാണ്. എന്നാൽ നിരന്തരമായി ഞാൻ എന്നെ ഡിനേ ചെയ്തുകൊണ്ട്, എന്നെ പകച്ചുകൊണ്ട്, എൻ്റെ ഇഷ്ടങ്ങളെ വേണ്ട എന്ന് വെച്ച് ഓരോന്നിലും ദൈവഹിതം അന്വേഷിച്ച് മുൻപോട്ട് പോകുമ്പോൾ എല്ലാം ഞാൻ രൂപാന്തരപ്പെടുകയാണ് ക്രിസ്തുവിൻ്റെ സ്വരൂപമായി. വാസ്തവത്തിൽ ഇതിൻ്റെ പേരാ ആത്മീയ ജീവിതം. അപ്പൊ അങ്ങനെ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് പിതാവ് എന്നെ വിളിച്ചിരിക്കുന്നതിന് കാരണമുണ്ട്. റോമർ 8:29 ഇപ്രകാരം പറയുന്നുണ്ട്, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരങ്ങളിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അനേകർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പദവിയല്ലിത്. കർത്താവിൻ്റെ നിർണയപ്രകാരം, അഥവാ പിതാവായ ദൈവത്തിൻ്റെ നിർണയപ്രകാരം വളരെ ചുരുക്കം ആളുകൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ദൈവിക പദവിയാണിത് എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നത്.
അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നു, ആരെങ്കിലും തൻ്റെ ജീവനെ കണ്ടെത്തിയാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. ഈ വചനത്തിൻ്റെ കാതലായ അർത്ഥം മനസ്സിലാക്കി നമുക്ക് അടുത്ത ദൈവവചന ഭാഗങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ തിരിക്കാം. മർക്കോസിന്റെ സുവിശേഷം 8:35 നമ്മൾ ആരംഭത്തിൽ അത് വായിച്ചിരുന്നു. എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. നമ്മൾ മുമ്പ് വായിച്ച 2 വാക്യങ്ങളിൽ നമ്മൾ ചിന്തിച്ചത് കർത്താവിനെ അനുസരിക്കുന്നതിലൂടെ ഒരുവൻ അവനെ തന്നെ ത്യജിക്കുന്ന കാര്യം. ഇഷ്ടങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ട് തന്നെ തന്നെ ത്യജിക്കുന്ന ജീവിതത്തിലൂടെ അവൻ അവൻ്റെ നിത്യജീവനെ പ്രാപിക്കുന്നു. ഇവിടെ മർക്കോസ് 8:35 സുവിശേഷ വേലയെക്കുറിച്ച്, ജീവിത സാക്ഷ്യത്ത്, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരുവന്റെ ജീവിത സാക്ഷ്യം, യേശു കർത്താവാണെന്നുള്ള ആ തിരിച്ചറിവിനെ അനേകർക്ക് മുമ്പിൽ വെളിപ്പെടുത്തുവാനുള്ള അവൻ്റെ ധൈര്യം, ഇത് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിക്കുന്നതാണ്. ദൈവത്തിൻ്റെ തിരുവചനം നമ്മോട് ഇപ്രകാരം പറയുന്നു, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവോട് സാക്ഷ്യം പറയുന്നു. വീണ്ടും മറ്റൊരിടത്ത് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, നാം ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചത്, ശക്തിയുടെ, സുബോധത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ ആത്മാവിനെയാണ്, ധൈര്യത്തിൻ്റെ ആത്മാവിനെയാണ്. റോമർ 8 വീണ്ടും പറയുന്നു, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ എത്ര പ്രാപിച്ചത്. നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. നാം ദൈവപുത്രന്മാരെന്ന പദവിയിലാണ്. അങ്ങനെ ദൈവപുത്രന്മാരെന്നുള്ള പദവിയിൽ ഒരുവനായിരിക്കുമ്പോൾ അവനിൽ 2 കാര്യങ്ങൾ വെളിപ്പെടുന്നതായിട്ട് ദൈവവചനം പറയുന്നു. ഒന്ന്, സുവിശേഷം നിമിത്തം എന്തും ആകുവാൻ അവന് കഴിയും. 2, യേശുവിൻ്റെ നാമനിമിത്തം തൻ്റെ ജീവനെ പോലും കൊടുക്കുവാൻ അവൻ ധൈര്യവാനായിരിക്കും. ഇതാണ് മർക്കോസിന്റെ സുവിശേഷം 8:35 പറയുന്നത്, എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അവനതിനെ രക്ഷിക്കും. പ്രൈസ് ഗോഡ്. വാസ്തവത്തിൽ ഇത് സുവിശേഷം പറയുന്നതിനെ കുറിച്ച് മാത്രമല്ല കേട്ടോ, ഒരു രക്തസാക്ഷിത്വ മനോഭാവത്തെക്കുറിച്ച് കൂടെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കുവാനും ഞാൻ തയ്യാറാണ്. ഇത് പറയുമ്പോൾ 2-3 എപ്പിസോഡുകൾ മുമ്പ് നാം ചിന്തിച്ച ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. ഓരോ ദൈവ പൈതലും ഒരു സുവിശേഷകനാണ്. ഓരോ ദൈവ പൈതലും ഒരു രക്തസാക്ഷിത്വത്തിനായി വിളിക്കപ്പെട്ടവനാണ്. ഓരോ ദൈവ പൈതലും തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശുമെടുത്ത് യേശുവിനെ പോലെ ആകേണ്ടതിന്, കർത്താവിനെ പിൻപറ്റുവാൻ ദൈവം വിളിച്ചു ചേർത്ത വലിയ ദൈവിക പദ്ധതിയിൽ ഉൾപ്പെട്ടവരാണ്. എന്നാൽ പലപ്പോഴും തിരുവചനത്തെക്കുറിച്ച് തിരിച്ചറിവില്ലാത്തത് കൊണ്ട് നാം നമ്മുടേതായ കെട്ടുപാടുകൾക്കകത്ത് നമ്മുടെ ആത്മീക ജീവിതം നയിക്കുന്നവരാണ്. എന്നാൽ ഈ തിരുവചനങ്ങളെ നമുക്ക് ധ്യാനിക്കുവാനും നമ്മുടെ ആത്മീക ജീവിതത്തിൽ അത് വലിയ ഉന്നമനത്തിന് കാരണമാകുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്ദി പറയുന്നു. അവിടുത്തെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ജീവനെ കളയുവാനും അത് വരുവാനിരിക്കുന്ന നിത്യജീവനിൽ കണ്ടെത്തുവാനും ഞങ്ങളെ ഉപദേശിക്കുന്ന അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. അതിൻ്റെ പൊരുളുകളെ തിരിച്ചറിഞ്ഞിട്ട് കർത്താവേ, ഒരു ശിഷ്യത്വത്തിൻ്റെ ജീവിതം നയിക്കുവാനും അസ്വർഗീയ രൂപാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിപ്പാനും ഇടയാക്കുമാറ് ആത്മീക മൂല്യമുള്ള ഒരു ജീവിതം നയിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളതിനായി തിരുക്കരങ്ങളിൽ തരുന്നു. സ്വർഗം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രാർത്ഥിച്ചതിന് പ്രകാരം
നല്ലൊരു ആത്മീക ജീവിതത്തിൻ്റെ തുടക്കം നമ്മിൽ വെളിപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കട്ടെ.